എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതാനും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഏറ്റവും പുതിയ പാറ്റേണിൽ ഇത്തരം ആനുകാലിക ചോദ്യങ്ങൾ ഏത് രീതിയിലായിരിക്കും ചോദിക്കാൻ സാധ്യത എന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, നമ്മൾ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു കാര്യമാണ്, വളരെയേറെ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു കാര്യമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യം സ്റ്റേറ്റ്മെന്റ് രീതിയിൽ എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക, ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്ന്, ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 2, 2025 മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ ഈ അവാർഡിന് അർഹനായി. 3, ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് മോഹൻലാൽ. 4, 2004 പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധാപൂർവം പരിശോധിക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, ശരിയായവ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കാം. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. പരമോന്നതം എന്നാൽ ഏറ്റവും ഉയർന്ന, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എന്നാണ് ഈ പ്രസ്താവനയിൽ പറഞ്ഞത്. കായികം, സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു ബഹുമതിയാണോ ഇത്? അല്ല, സിനിമയുമായി ബന്ധപ്പെട്ടതാണ്, ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അപ്പോ ഈ പ്രസ്താവന തെറ്റാണ്, കായിക ബഹുമതി അല്ല. അതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമാണ് ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരം. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രസ്താവന പരിശോധിക്കാം. 2025 മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ ഈ അവാർഡിന് അർഹനായി. നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. 2025 ലാലേട്ടന്, മോഹൻലാലിന് ഏത് പുരസ്കാരം ലഭിച്ചു? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അപ്പൊ അത് ശരിയായ പ്രസ്താവനയാണ്, നമ്മളെല്ലാവരും ആഘോഷിച്ച ഒരു കാര്യമായിരുന്നു അല്ലെ. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് മോഹൻലാൽ. അത് ശരിയാണോ? ആദ്യത്തെ മലയാളി മോഹൻലാൽ അല്ല, തെറ്റായ പ്രസ്താവനയാണ്. ആദ്യത്തെ മലയാളി ആരാണ്? നാലാമത്തെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് 2004 പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഒന്നാമത് ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്, രണ്ടാമതാണ് മോഹൻലാലിന് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ മലയാളത്തിൽ നിന്നും ആകെ 2 പേർക്ക് ഈ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് ശരിയായ പ്രസ്താവനകളായിരുന്നു. ഇവിടെ 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് സിയിലാണ്. 2, 4 എന്നിവ ശരി. അവിടെ നമ്മൾ ടിക്കിട്ട് വെച്ചു. അപ്പോൾ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവരും അറിഞ്ഞൊരു കാര്യം കൂടി ആയിരിക്കും ഇത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വയനാട്ടിലെ പരിസ്ഥിതി മാറ്റങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കുക. 1, വയനാട്ടിലെ തനത് സസ്യങ്ങളെ നശിപ്പിക്കുന്ന മഞ്ഞക്കൊന്ന എന്നറിയപ്പെടുന്ന സെന്ന സ്പെക്ടാബിലിസ് എന്ന വിദേശ അധിനിവേശ സസ്യത്തെ വെട്ടിമാറ്റാൻ കേരള സർക്കാർ നടപടി ആരംഭിച്ചു. 2, ഇത് മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ഒരു മനോഹര സസ്യമായതിനാൽ പരിസ്ഥിതിക്ക് ഗുണകരമാണ്. ശരിയായ ഉത്തരം നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അധിനിവേശ സസ്യം, ഒരു സസ്യം ഒരു സ്ഥലത്ത് അവിടെ ഇത് വളർന്നു കഴിഞ്ഞാൽ ചുറ്റുപാടും ഒരുപാട് പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടായിട്ട് അവിടെ മൊത്തം
ഈ സസ്യമായിരിക്കും. മറ്റുള്ള സസ്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ നശിച്ചു പോകും. ഈ സസ്യത്തിന്റെ ഇടയിൽ വളരാൻ സാധിക്കാതെ നശിച്ചു പോകും. വയനാട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. മുത്തങ്ങയില് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിറയെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്ന ഒരു സസ്യമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലും ആ സസ്യത്തിനെ കാണാൻ സാധിക്കും. മഞ്ഞക്കൊന്ന എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിന്റെ ശരിയായ പേര്, ശാസ്ത്രീയ നാമം എന്താണ്? സെന്ന സ്പെക്ടാബിലിസ്. അപ്പോൾ ആ ഒരു സസ്യം വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതായിരുന്നു, നല്ല ഭംഗിയൊക്കെ കണ്ടിട്ട്. പക്ഷെ അത് ഇവിടെ നട്ടുപിടിപ്പിച്ചു, വളർന്ന് പിന്നീട് എന്താണ് സംഭവിച്ചത്? അത് പടർന്നു പിടിക്കാൻ തുടങ്ങി. മറ്റുള്ള കാട്ടിലുള്ള സസ്യങ്ങളെയൊക്കെ ദോഷകരമായി ബാധിച്ചുകൊണ്ട് പടർന്നു പിടിക്കാൻ തുടങ്ങി. അപ്പൊ പടർന്നതിന് ശേഷമാണ് ഇങ്ങനൊരു അപകടം എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ അതിനെ പിഴുതു മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായിരുന്നു. എത്ര പിഴുതു മാറ്റിയിട്ടും വീണ്ടും വീണ്ടും ഇത് പടർന്ന് പിടിക്കുകയാണ്. അപ്പൊ അത് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ശരിയായ പ്രസ്താവനയാണ് ഇത്. അപ്പൊ നമുക്കവിടെ ശരി മാർക്ക് ചെയ്തു വെക്കാം. 1 ശരി. 2, ഇത് മഞ്ഞപ്പൂക്കൾ വിരിയുന്ന ഒരു മനോഹര സസ്യമായതിനാൽ പരിസ്ഥിതിക്ക് ഗുണകരമാണ്. മഞ്ഞപ്പൂക്കൾ വിടരുന്ന ഒരു മനോഹര സസ്യം തന്നെയാണ്. പക്ഷെ അത് പരിസ്ഥിതിക്ക് ഗുണകരമാണോ? അല്ല. നമ്മുടെ നാട്ടിലുള്ള പല സസ്യങ്ങളും ഇത് കാരണം ഇല്ലാതായി പോവുകയാണ് ആ പ്രദേശങ്ങളിൽ. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷമാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഈ സർക്കാർ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് പോലും. അപ്പോൾ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ശരിയായ ഉത്തരമായിരുന്നു കണ്ടെത്തേണ്ടത്. 1 മാത്രമാണ് ശരി, 2 തെറ്റാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ 1 മാത്രം ശരി എന്ന എയിൽ ടിക്കറ്റ് വെച്ചു. അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ. 3-ാമത്തെ ചോദ്യം കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യമാണ്. 2 ദിവസമായിട്ടേ ഉള്ളൂ, പത്രത്തിലൊക്കെ വന്നതാണ്. നമ്മുടെ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യം വായിക്കാം. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി. 2, 2026 ജനുവരിയിൽ ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. 3, ഇദ്ദേഹം കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസാണ്. 4, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അപ്പൊ ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്ന് നമ്മൾ കണ്ടെത്തണം. ശരിയായവയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് 1-ാമത്തെ പ്രസ്താവന, സംസ്ഥാനത്തെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി. ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന പരമോന്നത കോടതി ഏതാണ്? ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതിയാണ്. പക്ഷെ ഓരോ സംസ്ഥാനത്തിനും ഏതായിരിക്കും? ആ സംസ്ഥാനത്തെ ഹൈക്കോടതി ആയിരിക്കും. അപ്പൊ 1 ശരി ഉത്തരമാണ്, ടിക്കറ്റ് വെച്ചു. 2, 2026 ജനുവരിയിൽ ഏറ്റവും പുതിയതാണ്. ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പൊ വളരെ നിർബന്ധപൂർവം പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ. ശരിയായ ഉത്തരം. 3, ഇദ്ദേഹം കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ശരിയായൊരു പോയിന്റാണ് അവിടെ തന്നിട്ടുള്ളത്. 4-ാമത്തത്, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. എന്താണ് ഇവിടെ പറഞ്ഞത്? അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് എന്നാണ് പറഞ്ഞത്. ചൊല്ലിക്കൊടുത്തത് കേരള ഗവർണർ തന്നെയാണ്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല. ഇത് അദ്ദേഹം നമ്മുടെ മുൻ ഗവർണർ ആയിരുന്നു. നിലവിൽ ആരാണ് കേരള ഗവർണർ? രാജേന്ദ്ര ആർലേക്കർ അല്ലെ. അദ്ദേഹമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അപ്പൊ 4-ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു കണ്ടെത്തേണ്ടത്? ശരിയായവയായിരുന്നു കണ്ടെത്തേണ്ടത്. ഏതൊക്കെയാണ് ശരിയായവ? 1, 2, 3 ശരിയാണ്. 1, 2, 3 എന്നിവ ശരി എന്നുള്ള ഓപ്ഷൻ വരുന്നത് സി ആണ്. അപ്പൊ നമുക്ക് സിയിൽ ടിക്കറ്റ് വെക്കാം. ഓക്കെ. 4-ാമത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം നമുക്ക് വായിക്കാം. മലയാള സാഹിത്യത്തിലെ പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ചുള്ള
പ്രസ്താവനകൾ പരിശോധിക്കുക. 1. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത കവി KG ശങ്കരപ്പിള്ളയാണ്. 2. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന ഈ അവാർഡ് 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ്. 3. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, മലയാള സാഹിത്യത്തിലെ പരമോന്നത ബഹുമതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരമാണ്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? പ്രശസ്ത കവിയായ KG ശങ്കരപ്പിള്ളയാണ്. അപ്പൊ അത് ശരിയായ ഉത്തരമാണ്. അവിടെ നമ്മൾ ടിക്കിട്ട് വെച്ചു. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന ഈ അവാർഡ് 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. 3. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അമ്മമാർ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ആരുടെ? KG ശങ്കരപ്പിള്ളയുടെ. ശരിയായ പ്രസ്താവന തന്നെയാണ്. അത് രണ്ടും അദ്ദേഹത്തിന്റെ കൃതികളാണ്. അപ്പോ മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നമുക്കത് വരുന്നത് താഴെ ഏത് ഓപ്ഷനിലാണ്? ഡിയിലാണ്. 1, 2, 3 എന്നിവയെല്ലാം ശരി എന്നാണ് ഉത്തരം. അപ്പൊ അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് 5ാമത്തെ ചോദ്യം. അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഓരോന്നും നോക്കാം. അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ താഴെ നൽകുന്നു. 1. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി കരസ്ഥമാക്കി. 2. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള അവാർഡ് നേടുന്ന വ്യക്തിയാണ് മമ്മൂട്ടി. 3. മികച്ച നടിയായി ഷംല ഹംസ തിരഞ്ഞെടുക്കപ്പെട്ടു. 4. മികച്ച ജനപ്രിയ ചിത്രമായി പ്രേമലു തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ കഴിഞ്ഞ മാസമാണ് പ്രഖ്യാപിച്ചത്. മികച്ച നടനുള്ള പുരസ്കാരം ആർക്കാണ്? മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത് മമ്മൂട്ടിക്കാണ്. പഠിച്ചു വെക്കുക. ഏത് സിനിമയ്ക്ക്? ഭ്രമയുഗത്തിന് ആണ് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത്. ഓക്കെ, ഇനി 2ാമത്തെ പ്രസ്താവന. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള അവാർഡ് നേടുന്ന വ്യക്തിയാണ് മമ്മൂട്ടി. ശരിയായ പ്രസ്താവനയാണ്. മമ്മൂട്ടിക്ക് ഇപ്പോൾ എത്ര തവണ ലഭിച്ചു? 7 തവണ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? മികച്ച നടനുള്ള അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? മമ്മൂട്ടിയാണ്. അപ്പൊ 1 ശരിയായിരുന്നു, 2 ശരിയാണ്. 3. മികച്ച നടിയായി ഷംല ഹംസ തിരഞ്ഞെടുക്കപ്പെട്ടു. പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഷംല ഹംസയ്ക്ക് ഫെമിനിച്ചി ഫാത്തിമ അതുകൂടി പഠിച്ചു വെക്കണം. മമ്മൂട്ടിയുടേത് ബ്രഹ്മയുഗമാണ്. അതേപോലെ ഷംല ഹംസയുടെ ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. അതിലെ അഭിനയത്തിനാണ് മികച്ച നടിയായിട്ട് അവാർഡ് ലഭിച്ചത്. അപ്പൊ അതും ശരിയായ പ്രസ്താവന. ഇനി മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തത് ഏതാണ്? പ്രേമലു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ പ്രസ്താവനയാണ്. എല്ലാവരും കണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരിക്കും പ്രേമലു. അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയ ചിത്രമായിട്ട് അതിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ഏതൊക്കെ ശരിയാണ്? 1, 2, 3, 4 എന്നിവ ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണ് എന്നുള്ള ഡി ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 5 ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് ഇത്തരത്തിൽ പ്രസ്താവനകൾ ഓപ്ഷനായി കൊടുക്കാനുള്ള കാരണം എന്താണ്? ഓരോന്നും നിങ്ങൾ നിർബന്ധമായി പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ടത് പോയിന്റുകൾ ആയതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പുതിയ മോഡലിലെ GK ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിർബന്ധമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.